ഇന്നത്തെ വീഡിയോ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചാണ്. എന്താണ് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. വെബ് ഡെവലപ്മെന്റിനാണ് കൂടുതൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് വെബ്സൈറ്റിൽ ഡൈനാമിക് ബിഹേവിയേഴ്സ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതാണ് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. പിന്നെ ജാവാസ്ക്രിപ്റ്റ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആണ്, ട്രെൻഡിങ് കൂടിയാണ്. സോ അത് പഠിച്ചു വെച്ചിരിക്കുന്നത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്ത് തോനെ ഫ്രെയിം വർക്കും ഇന്നത്തെ കാലത്തേക്ക് ഉണ്ട്. അപ്പൊ അത്രയും ഡിമാൻഡ് ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൂടിയാണ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പൊ ആ ജാവാസ്ക്രിപ്റ്റിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ വർക്കിംഗ് എങ്ങനെ, അതിന്റെ സിന്റാക്സും കാര്യങ്ങളൊക്കെ ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എഡിറ്ററും പിന്നെ ഒരു ബ്രൗസർ മാത്രം മതി. എല്ലാ ബ്രൗസറിനകത്തും ഇൻബിൽഡ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റിന്റെ എൻജിൻ ഡിഫാൾട്ട് ആയിട്ട് ഉണ്ട്. സോ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരത്തില്ല ആ എൻവോൺമെന്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ വേണമെങ്കിൽ നമുക്ക് നോഡ് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ സിസ്റ്റത്തിൽ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു വെർച്വൽ ഒരു എൻജിൻ സെറ്റ് ചെയ്യാം. ഇപ്പൊ നോഡിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ എല്ലാ ബ്രൗസറിനകത്തും ഒരു വെർച്വൽ മെഷീൻ ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു വെർച്വൽ മെഷീൻസ് ഉണ്ട്. നമുക്ക് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഡിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു HTML കോഡ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ കോഡ് എന്ത് ചെയ്യാം? ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് എടുക്കുക. ഇതിനകത്ത് നേരെ കൺസോൾ എടുക്കുക. ഈ കൺസോളിനകത്താണ് നമുക്ക് കൂടുതലും ജാവാസ്ക്രിപ്റ്റിനെ ഡീബഗിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഈ കൺസോളിന്റെ അകത്താണ്. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് വല്ല കാര്യങ്ങളും വല്ല ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഈ ഒരു കോഡ് എഴുതി ഔട്ട്പുട്ട് കിട്ടുമോ ഇല്ലയോ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസോളിൽ വന്ന് നമുക്ക് റൺ ചെയ്യാൻ പറ്റും, മീൻസ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ ജാവാസ്ക്രിപ്റ്റിലും എല്ലാം കോഡ് എഴുതുമ്പോൾ എറർ വരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസോളിൽ ആ എറർ കാണിക്കും, ഇന്ന എറർ ആണ്. ഓക്കെ, പിന്നെ സോഴ്സ് ഉണ്ട്. സോഴ്സ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനൊക്കെ പറ്റും. അതാണ് സോഴ്സ്. അത് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു എക്സ്റ്റേണൽ ഫയൽ എഴുതുമ്പോൾ കാണിച്ചു തരാം, സോഴ്സ് കയറി എഡിറ്റ് ചെയ്യണതും അതിനെ ഡീബഗ് ചെയ്യണേക്കാം. ഓക്കെ, നമുക്ക് കൺസോളിന്റെ അകത്ത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കൊറി എഴുതാം. ഡിസ്പ്ലേ ചെയ്യുന്നതിന്റെ കോഡ് എഴുതാം. അപ്പൊ അതിനുവേണ്ടി കൺസോൾ ഡോട്ട് ലോഗ് പാരാന്തിസിനകത്ത് സിംഗിൾ കോട്സിന്റെ അകത്ത് വെൽക്കം ടു ദിസ് വീഡിയോ എൻ്റർ അടിക്കുക. ഇപ്പൊ കൺസോളിനകത്ത് ഇങ്ങനെയാണ്, കൺസോൾ യൂസ് ചെയ്ത് ഇങ്ങനെയാണ് നമുക്ക് മെസ്സേജ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ജാവാസ്ക്രിപ്റ്റിന്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിനകത്ത് കോഡിന്റെ എൻഡിൽ സെമികോളൻ ഇടാതെ ഇരിക്കുക ഓപ്ഷനിലാണ്. ഇപ്പൊ ഞാൻ ഇവിടെ കോഡ് എഴുതി, ആ കോഡിന്റെ എൻഡ് പാർട്ടിൽ ഞാൻ സെമികോളൻ ഇട്ടിട്ടില്ല. സെമികോളൻ ഇട്ടു എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പൊ ഞാൻ വീണ്ടും സെയിം കോഡ് എഴുതുകയാണ്. പിന്നെ ഞാൻ സെമികോളൻ ഇട്ട് അവസാനിച്ച് എൻ്റർ അടിച്ചു, ഔട്ട്പുട്ട് വന്നു. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിന്റെ അകത്ത് ഓപ്ഷനിലാണ് സെമികോളൻ. നമുക്ക് സെമികോളൻ യൂസ് ചെയ്യാം, അത് ഓപ്ഷനിലാണ്. കൊടുക്കാം, കൊടുക്കാതെ ഇരിക്കുക, അത് നിങ്ങളെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്താലും. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിക്കും ചെയ്യാം. ഒരു സ്ഥലത്ത് കൊടുക്കാം, ഒരു സ്ഥലത്ത് കൊടുക്കാതെ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇപ്പൊ കൺസോളിന്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യണമെന്ന് പഠിച്ചു. ഓക്കെ, ഇനി ജാവാസ്ക്രിപ്റ്റിലെ വേരിയബിൾസ് ഏത് ലാംഗ്വേജ് എടുത്താലും അതിൻ്റെ അകത്ത് വേരിയബിൾസ് ഉണ്ട്. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിനകത്ത് നമുക്ക് വേരിയബിൾ എങ്ങനെ സെറ്റ് ചെയ്യാം? ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിനകത്ത് വേരിയബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ, ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക. സെമികോളൻ ഓപ്ഷനുകൾ കൊടുക്കാൻ കൊടുക്കാതെ ഇരിക്കുക. ഓക്കെ, ഇനി ഞാൻ വാർ നെയിം ഒന്നും കൂടി എൻ്റർ അടിച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് അതിന്റെ വാല്യൂ കിട്ടും. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിനകത്ത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് വാർ എന്ന് പറഞ്ഞ കീവേഡ് വിളിക്കുക, അത് കഴിഞ്ഞിട്ട് വേരിയബിൾ നെയിം, അത് കഴിഞ്ഞിട്ട് ഈക്വൽ ടു, അത് കഴിഞ്ഞിട്ട് വാല്യൂ. നമ്മൾ C++ലെ കണക്ക് ഡേറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്ത് കൊടുക്കണ്ട. ഇന്റ് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഫ്ലോട്ട് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കണ്ട. വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ഡേറ്റ ടൈപ്പ്. വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ഡേറ്റ ടൈപ്പ്. ഇപ്പൊ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ അകത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണത് അല്ല, ഒരു മെത്തേഡ് വാർ യൂസ് ചെയ്ത് വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ലെറ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. പിന്നെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു കീവേഡ് യൂസ് ചെയ്തും നമുക്ക് വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും.
കോൺസ്റ്റന്റ് യൂസ് ചെയ്യാൻ നേരത്ത് ആ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് കോൺസ്റ്റന്റിന്റെ പ്രത്യേകത. വാറിലും ലെറ്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൈനാമിക് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. കോഡിൽ പിന്നെ മാറ്റണമെങ്കിൽ പിന്നെ മാറ്റാൻ പറ്റും. അപ്പൊ നമുക്ക് 3 രീതിക്ക് ജാവാസ്ക്രിപ്റ്റിനകത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഏതൊക്കെ കീവേഡ് യൂസ് ചെയ്ത്? വാർ യൂസ് ചെയ്ത് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ലെറ്റ് യൂസ് ചെയ്ത് നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. കോൺസ്റ്റന്റ് യൂസ് ചെയ്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കണ്ട. ഓക്കെ, എക്സാമ്പിൾ കാണിക്കാം. വാർ എ ഈക്വൽ ടു 10. അടുത്ത വാർ ബി ഈക്വൽ ടു 2.91. അടുത്ത വാർ സി ഈക്വൽ ടു അമൽ. ഓക്കെ, നമുക്ക് കൺസോളും വെച്ച് നമുക്ക് ഈ വേരിയബിൾ പ്രിന്റ് ചെയ്ത് കാണിക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ബ്രാക്കറ്റിന്റെ അകത്ത് എ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ 10 വരും. ഓക്കെ, ഇതിന്റെ ടൈപ്പ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ നേച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. ഈ ടൈപ്പ് ഓഫ് ഫംഗ്ഷന്റെ അകത്ത് ഞാൻ വേരിയബിൾ എ കൊടുത്തിട്ട് എൻ്റർ അടിക്കണമെങ്കിൽ കണ്ട നമ്പർ, കാരണം വേരിയബിൾ എ ഈക്വൽ ടു 10 എന്നാണ് കൊടുത്തത്. 10 എന്ന് പറയുമ്പോൾ നമ്പർ ആയിരിക്കും. 3 ഡേറ്റ ടൈപ്പ് മാത്രമേ ഉള്ളൂ. 3 ഉണ്ട്. ഒന്ന് ബൂളി. ഓക്കെ, പറഞ്ഞുതരാം. അടുത്ത ടൈപ്പ് ഓഫ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്പർ ആയിട്ട് വരുന്ന, കാരണം ഇന്റ് എന്ന ഫ്ലോട്ട് എന്ന് പറഞ്ഞ് വരത്തില്ല, എല്ലാ നമ്പേഴ്സിന്റെ നമ്പർ ആയിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യണത്. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ് ആയിട്ട് വരും. പിന്നെ ബൂളിയൻ എന്ന് പറഞ്ഞൊരു ടൈപ്പും കൂടി ഉണ്ട്. വാർ ഐ ഈസ് ഈക്വൽ ടു ട്രൂ. എന്നിട്ട് ടൈപ്പ് ഓഫ് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബൂളിയൻ വാല്യൂ. കണ്ട, ഇപ്പൊ നമ്പർ ഉണ്ട്, സ്ട്രിങ് ഉണ്ട്, ബൂളിയൻ ഉണ്ട്. ഈ 3 ടൈപ്സ് ആണ് ജാവാസ്ക്രിപ്റ്റിന്റെ അകത്തുള്ളത്. അപ്പൊ ഏതൊക്കെയാണ്? നമ്പർ ഉണ്ട്, സ്ട്രിങ് ഉണ്ട്, ബൂളിയൻ ഉണ്ട്. പിന്നെ കൺസോൾ ക്ലിയർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട്സ് കൺട്രോൾ എൽ ആണ്. കൺട്രോൾ എല്ലും കൂടി ക്ലിക്ക് ചെയ്യാൻ നേരത്ത് കൺസോൾ ക്ലിയർ ആവും. ടെസ്റ്റ് വീണ്ടും കൺസോൾ എല്ലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇനി അതെനിക്ക് ലെറ്റ് യൂസ് ചെയ്ത് നമുക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു അമൽ എൻ്റർ. ആർലറി ഡിക്ലെയർ ആണ്. കാരണം കൺസോൾ വെച്ച് ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞ് നേരത്തെ ഫുള്ള് പോകത്തില്ല. അത് നമ്മളെ ബ്രൗസർ ഒന്ന് റീഫ്രഷ് ചെയ്യണം. ബ്രൗസർ റീഫ്രഷ് ചെയ്തിട്ട് ലെറ്റ് എ ഈക്വൽ ടു അമൽ. ഓക്കെ, എ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ വരും. അല്ലെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള വാല്യൂ കാണിക്കും. ഇത് നമ്മൾ ഡയറക്റ്റ് കൺസോളിൽ ചെയ്യുന്നതാണ് ഇങ്ങനെ നമുക്ക് ഡീബഗ് ചെയ്യാനൊക്കെ പറ്റുന്നത്. അതാണ് ഈ കൺസോളിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഓക്കെ, ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് എ ഈസ് ഈക്വൽ ടു, ഞാൻ ഇപ്പൊ ഇതിന്റെ ടൈപ്പ് കണ്ടുപിടിക്കാം. ടൈപ്പ് ഓഫ് എ ഇപ്പൊ സ്ട്രിങ് എന്ന് കാണിക്കും. ഇപ്പൊ ഞാൻ എ ഈക്വൽ ടു 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് എ കൊടുക്കണമെങ്കിൽ നമ്പർ എന്ന് കാണിക്കും. ആദ്യം സ്ട്രിങ് ആയിരുന്നു, പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് 10 നമ്പറിലോട്ടാക്കി. ഇനി എനിക്ക് വേണമെങ്കിൽ അതിന് വീണ്ടും ഫാൾസ് ഒരു ബൂളിയൻ വാല്യൂ കൊടുക്കുക. എന്നിട്ട് ടൈപ്പ് ഓഫ് എ കൊടുക്കണമെങ്കിൽ എനിക്ക് എന്നിട്ട് ബൂളിയൻ എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഉള്ളത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പൊ എ ഈസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്ത്, ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് കോൺസ്റ്റന്റ് എ ഈസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്ത് എൻ്റർ അടിച്ച് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് 8 10 എന്ന് പറഞ്ഞ്. ഇനി ഞാൻ 10ന് എ ഇരിക്കുന്ന വേരിയബിളിനകത്തുള്ള വാല്യൂ ഞാൻ അപ്ഡേറ്റ് ചെയ്യാണ്. 20 എന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നു, എറർ വരും. കാരണം നമ്മളെ വേരിയബിൾ സെറ്റ് ചെയ്തേക്കുന്നത് കോൺസ്റ്റന്റ് വെച്ചാണ്. അപ്പൊ കോൺസ്റ്റന്റ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. വാറും ലെറ്റും യൂസ് ചെയ്ത് സാധിക്കും. പിന്നെയും കുറച്ച് സംഭവം ഉണ്ട് ജാവാസ്ക്രിപ്റ്റിനകത്ത്. ഓക്കെ, അപ്പൊ വേരിയബിൾ ഡിക്ലറേഷൻ എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് നേരെ ടെക്സ്റ്റ് എഡിറ്ററിനകത്ത് കയറിയിട്ട് നമുക്ക് എങ്ങനെ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതാം അത് നോക്കാം. ടെക്സ്റ്റ് എഡിറ്ററിനകത്ത് കയറാൻ നേരത്ത് നമുക്ക് 2 രീതിക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇന്നർ HTML ആയിട്ടും ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റും. അത് കണക്ക് എക്സ്റ്റേണൽ ഫയലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജാവാസ്ക്രിപ്റ്റില്
കോഡ് എഴുതാൻ പറ്റും. ഇപ്പൊ ഇന്റേണൽ ആയിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതാൻ നേരത്ത് നമുക്ക് ബോഡിക്കകത്ത് എഴുതാം, അത് കണക്ക് ഹെഡിന്റെ അകത്ത് എഴുതാം, നിങ്ങളുടെ ഓപ്ഷനാണ്. പക്ഷേ ഏത് ടാഗ് യൂസ് ചെയ്യണം? സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടാഗ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സ്റ്റേണൽ ആയാലും ഇന്റേണൽ ആയാലും നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തോണം ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതാനുള്ള. ഇപ്പൊ ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഇന്റേണൽ ആയിട്ട് ഒരു HTML കോഡിന്റെ അകത്താണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രിപ്റ്റ് എഴുതണം. സ്ക്രിപ്റ്റ് എവിടെയാണ് എഴുതാനുള്ള? ഒന്നില്ലെങ്കിൽ ഹെഡിന്റെ അകത്ത് എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ബോഡിക്കകത്ത്. അപ്പൊ ഏറ്റവും നല്ല പ്രാക്ടീസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ താഴെ എഴുതുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ല പ്രാക്ടീസ്. റീസൺ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹെഡിന്റെ അകത്താണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതുന്നെങ്കിൽ ആദ്യമേ റൺ ചെയ്യാൻ നേരത്ത് ഇവിടം വെച്ച് കഴിഞ്ഞാൽ തോന്നിയ കാര്യം എക്സിക്യൂട്ട് ചെയ്യും. അതിപ്പോ ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പൊ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തോന്നിയ എറർ വരും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പോപ്പ് ബോക്സ് വരും. അപ്പൊ അതിനുള്ള കോഡാണ് ഞാൻ ജാവാസ്ക്രിപ്റ്റ് എഴുതി വെച്ചതെന്ന് വെച്ചോ. അപ്പൊ എന്നിട്ട് ഞാൻ ഹെഡിൽ കൊടുക്കുന്നെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് ആ ബട്ടനെ ബേസ് ചെയ്തുള്ള കോഡ് ഈ ടോപ്പിക് കിടക്കുകയാണ്. പക്ഷെ ബട്ടനൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത് ബോഡിക്കകത്താണ്. പറഞ്ഞു കുഴപ്പിക്കുന്നില്ല, അത് എക്സാമ്പിൾ വരുമ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഒരു ജാവാസ്ക്രിപ്റ്റ് ഇന്റേണൽ ആയിട്ട് കൊടുക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? ബോഡിയുടെ താഴെ ആയിരിക്കണം എപ്പോഴും കൊടുക്കാറുള്ളത്. ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുന്നെങ്കിൽ ബോഡിയുടെ താഴെ ആയിരിക്കും കൊടുക്കാറുള്ളത്. ഇതാണ് ഇന്റേണൽ ആയിട്ട് ചെയ്യാനുള്ളത്. ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ബ്രാക്കറ്റിനകത്ത് ടെസ്റ്റ് ഡ്രൈവ്. ഓക്കെ, വന്ന് ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു. പിന്നെ സെമിക്കോളൻ കൊടുക്കുന്നത് ഓപ്ഷനിലാണ്, കൊടുക്കാതെ ഇരിക്കുക. ടെസ്റ്റ് ഡ്രൈവ് 2 ഞാൻ ഇവിടെ ആദ്യത്തേല് സെമിക്കോളൻ കൊടുത്തിട്ടില്ല, രണ്ടാമത്തേല് സെമിക്കോളൻ കൊടുത്തു. അതെ, ഓക്കെ. ഇത് ഇന്റേണൽ ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ഇനി എക്സ്റ്റേണൽ ആയിട്ട് എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എന്ന ടാഗ് വിളിക്കണം. സ്ക്രിപ്റ്റ് എന്ന ടാഗ് വിളിച്ചിട്ട് ഇതിന്റെ അകത്ത് SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് പറഞ്ഞു കൊടുക്കണം. SRC എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ്, നമ്മളെ ഫയലിന്റെ സോഴ്സ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ. എക്സ്റ്റേണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ആ ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ നെയിം .js അതാണ് എൻ്റെ ഒരു ഫോർമാറ്റ്. ഫയൽ നെയിം .js. അപ്പൊ ഇവിടെ ഞാൻ app.js എന്നും പറഞ്ഞാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് app.js ഇത്ര മാത്രം ചെയ്താൽ മതി. കോഡെല്ലാം എഴുതാവുന്നത് ഇവിടെ ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫയൽ കൊടുക്കാൻ നേരത്ത് അതിന്റെ കണക്ഷൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടായില്ല നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോഡ് എഴുതി വെക്കും, കണക്ഷൻ ചിലപ്പോൾ മറന്നു പോകും, അങ്ങനത്തുള്ള ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ലോഗ് മെസ്സേജ് കാണിക്കണം. ലോഗ് ചുമ്മാ എന്തെങ്കിലും റാൻഡം ആയിട്ട് എന്തെങ്കിലുമൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം? സേവ് ചെയ്തിട്ട് ബ്രൗസർ എന്നിട്ട് റീഫ്രഷ് ചെയ്യണം. അപ്പൊ ആ കണ്ടന്റ് ഇവിടെ വന്നെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം, മനസ്സിലാക്കാം? നമ്മളെ കണക്ഷൻ കണക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മളിപ്പോ അറിയാതെ ഓർക്കാതെ ടൈപ്പ് ചെയ്യാൻ നേരത്തെ ഇവിടെ app.jsന് പകരം apps.js എന്ന് പറഞ്ഞ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. എന്നിട്ട് ഇവിടെ കിടന്ന് ചാടി പറന്ന് കോഡൊക്കെ എഴുതി വെച്ച് എന്നിട്ട് ഇവിടെ ഒന്ന് നോക്കാൻ നേരത്ത് ഒന്നും കാണത്തില്ല, എറർ മാത്രമേ കാണത്തുള്ളൂ. കാരണം ഒരു എറർ ഒന്നും കണ്ട, കാരണം അങ്ങനത്തെ ഒരു ഫയൽ ഇല്ല, അതുകൊണ്ടാണ് എറർ വന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കാൻ നേരത്ത് എപ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ആ കണക്ഷൻ സക്സസ്ഫുൾ ആയോ ഇല്ലയെന്ന്. അപ്പൊ അതിനൊരു 2 രീതിക്ക് നോക്കാം. ഒന്ന് ലോഗ് വെച്ച് ഇത് കണക്ക് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിനകത്ത് ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, അലേർട്ട് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. നിങ്ങൾ വെബ്സൈറ്റിനകത്തൊക്കെ കയറാൻ നേരത്ത് ഒരു പോപ്പ് ബോക്സ്, നമ്മളെ വെബ്സൈറ്റിന്റെ അകത്ത് ഒരു പോപ്പ് ബോക്സ് ഒക്കെ കൊണ്ടുവരുന്ന അലേർട്ടാണ് മെസ്സേജ് ബോക്സ്. ഇതൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഈ അലേർട്ട് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. നമുക്ക് വെബ്സൈറ്റ് വന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ട. അപ്പൊ ഇത് കണക്കൊരു പോപ്പ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അലേർട്ട് എന്ന് പറഞ്ഞൊരു ബിൽഡ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷനിലാണ്, സെമിക്കോളൻ ഓപ്ഷനാണ്, കൊടുക്കാതെ ഇരിക്കുക.
ഇപ്പൊ ഈ സംഭവം പറഞ്ഞതെന്ന് വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കാനാണ്. നമ്മളെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാനാണ് നമ്മൾ ഇങ്ങനെ അലേർട്ടോ കൺസോളോ ഇട്ട് നോക്കുന്നത്. ഓക്കെ ഓക്കെ. ഇനി ജാവാസ്ക്രിപ്റ്റിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സിങ്ക്രണസ് ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ സിംഗിൾ ത്രെഡഡ് ലാംഗ്വേജ് ആണ്. സിംഗിൾ ത്രെഡ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് അറ്റ് എ ടൈമിൽ ഒരു കാര്യമായിരിക്കും അത് ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ കാര്യം ചെയ്യത്തില്ല. ജാവാസ്ക്രിപ്റ്റിനകത്ത് അസിങ്ക്രണസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, ഒരു ടോപ്പിക്കും ഉണ്ട്. ഫസ്റ്റ് അതൊരു കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ സിങ്ക്രണസ് എന്ന് പറയുമ്പോൾ സിങ്ക്രണസിലാണ് നമ്മൾ പൊതുവെ ബേസിക് ആയിട്ടൊക്കെ ചെയ്യണം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ഹോട്ടൽ എടുക്കുന്നെങ്കിൽ ആ ഹോട്ടലിനകത്ത് ഒരു കിച്ചൺ കാണും. ആ കിച്ചന്റെ അകത്ത് പാചകം ചെയ്യാൻ വേണ്ടി ഒരു ഷെഫും കാണും. പിന്നെ ഓർഡർ എടുക്കാൻ വേണ്ടി ഒരു വെയിറ്റർ കാണും. ഓർഡർ എല്ലാം എടുക്കാനുള്ള ഒരു വെയിറ്റർ കാണും. ഇപ്പൊ ആ ഹോട്ടലിന്റെ അകത്ത് 3 ടേബിൾ ഉണ്ടെന്ന് വെച്ചോ. 3 ടേബിൾ, ടേബിൾ എ, ടേബിൾ ബി, ടേബിൾ സി, 3 ടേബിൾ ഉണ്ടെന്ന് വെച്ചോ. ഇപ്പൊ സിങ്ക്രണസ് അല്ലെങ്കിൽ സിംഗിൾ ത്രെഡ് ആ ഒരു കൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഈ വെയിറ്റർ ടേബിൾ 1ന്റെ അല്ലെങ്കിൽ ടേബിൾ എക്ക് എ എന്ന് പറഞ്ഞ ടേബിളിനകത്ത് വന്നിട്ട് ഒരു ഓർഡർ എടുക്കും. ഓർഡർ എടുത്തിട്ട് നേരെ കിച്ചണിൽ പോയിട്ട് ആ ഷെഫിന്റെ അകത്ത് പറയും, ഇതാണ് ഓർഡർ, ഫുഡ് ഉണ്ടാക്കി തരാൻ പറയും. അപ്പൊ എന്ത് ചെയ്യും, ആ ഷെഫ് ഫുഡ് ഉണ്ടാക്കി മീൻസ് ആ ഫുഡ് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ എന്ത് ചെയ്യും, ആ വെയിറ്റർ അവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വേറെ ടേബിളിന് അവിടെ പോയി ഓർഡർ ഒന്നും എടുക്കത്തില്ല, ജസ്റ്റ് അവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് എപ്പോ ഫുഡ് ഉണ്ടാക്കി കൈ കിട്ടോ അപ്പൊ മാത്രം ആ ഫുഡ് കൊണ്ട് ടേബിൾ എ കൊടുത്തിട്ട് ആണ് പിന്നെ ടേബിൾ ബിയിലോട്ട് പോകണം. എന്നിട്ട് ടേബിൾ ബിന്ന് ഒരു ഓർഡർ എടുത്തിട്ട് വീണ്ടും നേരെ കിച്ചണിൽ പോയിട്ട് ഷെഫിന്റെ അടുത്ത് പറയും, ഇതാണ് അടുത്ത ഓർഡർ. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, ആ രണ്ടാമത്തെ ഓർഡർ കിട്ടുന്നവരെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നേരെ ടേബിൾ സിക്കകത്ത് പോകത്തില്ല, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോ ആ ഓർഡർ കംപ്ലീറ്റ് മീൻസ് എപ്പോ ആ ഫുഡ് കിട്ടോ അപ്പൊ എന്ത് ചെയ്യാം, വെയിറ്റർ ആ ഫുഡ് വാങ്ങിയിട്ട് നേരെ ടേബിൾ ബി കൊണ്ട് ചെല്ലും. കൊണ്ട് ചെന്നിട്ട് മാത്രമാണ് പിന്നെ ടേബിൾ സിയിൽ വിസിറ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് സിംഗിൾ ത്രെഡ് എന്ന് പറയുന്നത്. അറ്റ് എ ടൈമിൽ ഒരു കാര്യം മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞ കണക്ക് വെയിറ്റർ ആദ്യം ടേബിൾ എ പോയിട്ട് ഓർഡർ വാങ്ങിയിട്ട് നേരെ കിച്ചണിൽ പോയിട്ട് ഷെഫിന്റെ അടുത്ത് പറയും ഫുഡ് ഉണ്ടാക്കാം. ഫുഡ് ഉണ്ടാക്കുന്നവരെ ആ ഒരു വെയിറ്റർ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, വേറെ ആരടുത്തും പോയി വിസിറ്റ് ചെയ്യത്തില്ല, ഓർഡർ എടുക്കാൻ പറ്റില്ല. എപ്പോ ഫുഡ് കിട്ടോ ആ ഫുഡ് വാങ്ങിയിട്ട് നേരെ ടേബിൾ എ കൊണ്ട് കൊടുത്ത് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ അടുത്തൊരു പ്രോസസ്സ് അല്ലെങ്കിൽ അടുത്തൊരു ഓർഡർ എടുക്കത്തുള്ളൂ. അപ്പൊ ഇതിനെയാണ് സിംഗിൾ ത്രെഡ് എന്ന് പറയുന്നത്. അറ്റ് എ ടൈമിൽ ഒരു കാര്യം, ഒറ്റ ഒരു ടാസ്ക് മാത്രമേ എടുക്കത്തുള്ളൂ. അതിനെയാണ് സിംഗിൾ ത്രെഡ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ അസിൻക്രണസ് ഉണ്ട്. അസിൻക്രണസ് എന്ന് പറയുമ്പോൾ ഈ കൺസെപ്റ്റ് സെയിം അല്ല. എക്സാമ്പിൾ വെച്ച് പറയണമെങ്കിൽ ടേബിൾ എന്ന് ഓർഡർ വാങ്ങി നേരെ കിച്ചണിൽ കൊണ്ട് കൊടുത്ത് ഷെഫിനടുത്ത് പറയും. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാതെ തന്നെ നേരെ ടേബിൾ ബി പോയിട്ട് നേരെ കൊടുക്കും. ആദ്യം ഏത് സാധനം കുക്ക് ചെയ്ത് കിട്ടും അത് ആ സ്ഥലത്തോട്ട് പോയി. അപ്പൊ അസിൻക്രണസ് പറഞ്ഞ് ഇപ്പൊ മൈൻഡ് കയറ്റണ്ട. സിങ്ക്രണസ് അല്ലെങ്കിൽ സിംഗിൾ ത്രെഡ് എന്ന് മനസ്സിലായല്ലോ. ഒരു സമയത്ത് ഒറ്റ കാര്യം മാത്രമേ ചെയ്തുള്ളൂ. അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ അടുത്ത ടാസ്ക് ജാവാസ്ക്രിപ്റ്റ് ചെയ്യാൻ പോകത്തുള്ളൂ. പിന്നെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്ന നേരത്ത് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൺസെപ്റ്റ് പോലെ ഓർത്ത് വയ്ക്കണം. ഒന്ന് മെമ്മറി ഉണ്ട്, ഒന്ന് കോഡും ഉണ്ട്. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു കോഡ് എഴുതുകയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കോഡ് എഴുതുകയാണ്, var a is equal to 10 കൺസോൾ ലോഗ് എ, ഇങ്ങനെ ഒരു കോഡ് എഴുതുന്നെങ്കിൽ ഇപ്പൊ ശരിക്കും നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ കോഡിന്റെ അകത്ത് ഇതിനെ ഗ്ലോബൽ എക്സിക്യൂഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു ഗ്ലോബൽ അല്ലെങ്കിൽ ഈ കോഡിന്റെ അകത്ത് എത്ര മെമ്മറി ഉണ്ടെന്ന് നോക്കും. മെമ്മറി എന്ന് പറയാൻ നേരത്ത് അത് വേരിയബിൾസ് ആവാം, ഫങ്ഷൻസ് ആവാം, കീ പെയർ ആയിട്ട് വരുന്ന ആരെങ്കിലൊക്കെ ആവാം. ആ മെമ്മറിനെ ഫസ്റ്റ് അലോക്കേറ്റ് ചെയ്തു. അപ്പൊ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ കോഡിനകത്ത് എത്ര മെമ്മറി ഉണ്ടെന്ന് നോക്കും. എത്ര മെമ്മറിക്കൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കും. അപ്പൊ ഇവിടെ ഒരു മെമ്മറി മാത്രമേ ഉള്ളൂ, അത് എ ആയിരിക്കും. ഓക്കെ. എന്നിട്ട് ആണ് കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയണം. മെമ്മറി എല്ലാം ഫസ്റ്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ എക്സിക്യൂഷൻ നടക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ var
ബി ഈസ് ഈക്വൽ ടു 20 ഉണ്ടെങ്കിലും ഫസ്റ്റ് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ കോഡിന്റെ അകത്ത് എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യണമെന്ന് നോക്കും. ഇപ്പൊ നോക്കാൻ നേരത്ത് എക്ക് ഒരു മെമ്മറി വേണം, അതേ കണക്ക് ബിക്ക് ഒരു മെമ്മറി വേണം. ഈ മെമ്മറി സെറ്റാക്കി കഴിഞ്ഞിട്ട് മാത്രമേ കോഡ് ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് മെമ്മറി സെറ്റ് ചെയ്യാൻ നേരത്തെ ഇവിടെ അൺഡിഫൈൻഡ് ആണെന്ന് പറയാൻ കൊടുത്തേക്കണത്. അൺഡിഫൈൻഡ് എന്ന് മാത്രം. കാരണം മെമ്മറി മാത്രമേ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, അതിനകത്ത് വാല്യൂ കൊടുത്തിട്ടില്ല. വാല്യൂ എപ്പോൾ മാത്രമേ കൊടുക്കത്തുള്ളൂ? കോഡ് ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കത്തുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ആദ്യം മെമ്മറി, എത്ര മെമ്മറി ഉണ്ടോ ആ മെമ്മറി എല്ലാം ഇങ്ങനെ അൺഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് ലൈൻ ബൈ ലൈൻ ആയിട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ലൈൻ ബൈ ലൈൻ ആയിട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ലൈൻ വരും. ആദ്യം ലൈൻ വരാൻ നേരത്ത് എ എന്നുള്ള മെമ്മറിക്കകത്ത് എത്ര വാല്യൂ അസൈൻ ചെയ്യണം? 10 എന്നുള്ള അസൈൻ ചെയ്യണം. അപ്പൊ ആ മെമ്മറിക്കകത്ത് എന്ത് വരും? അൺഡിഫൈൻഡ് മാറിയിട്ട് 10 വരും. എന്നിട്ട് രണ്ടാമത്തെ ലൈനിൽ പോകും. രണ്ടാമത്തെ ലൈനിൽ പോകാൻ നേരത്ത് ബി എന്ന മെമ്മറിക്കകത്ത് എത്ര വാല്യൂ വേണം? 20. അപ്പൊ അതും ബി എന്നുള്ള മെമ്മറിക്കകത്ത് നേരെ 20 എന്ന് കൊടുക്കും. എന്നിട്ട് അടുത്തേ പോകുന്ന നേരത്ത് എന്ത് ചെയ്യും? എക്കകത്തിരിക്കുന്ന സാധനം പ്രിന്റ് ചെയ്ത് കാണിക്കുക. അത് എത്രയാണ്? 10. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കണം, മെമ്മറി കോഡ്. അപ്പൊ ജാവാസ്ക്രിപ്റ്റിനകത്ത് ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് അതിനുള്ള മെമ്മറി എല്ലാം അലോക്കേറ്റ് ചെയ്ത് വെക്കും. മെമ്മറി സെറ്റ് ചെയ്ത് വെക്കും. മെമ്മറി സെറ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രമാണ് അതിന്റെ കോഡ് എക്സിക്യൂഷൻ ലൈൻ ബൈ ലൈൻ ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ മെമ്മറി എന്ന് പറയാൻ നേരത്ത് നമ്മളെ കോഡിനകത്ത് വേരിയബിൾസ് വരുന്നെങ്കിൽ അതിനെ എടുക്കും. കീ പെയർ ആയിട്ട് വരുന്ന കണക്ക് എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ അതിനെ എടുക്കും. ഫങ്ഷൻസ് വരുമെങ്കിൽ അതിനെ എടുക്കും. ഫങ്ഷൻസ് വരുമ്പോൾ വീണ്ടും അതിനെ റെപ്പറ്റീഷൻ വരും. അത് ഫങ്ഷൻസ് ഒക്കെ പഠിക്കാൻ നേരത്ത് ഈ കൺസെപ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. അത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ജാവാസ്ക്രിപ്റ്റിനൊക്കെ ചെയ്യാൻ പറ്റും. അത് ജാവാസ്ക്രിപ്റ്റിന്റെ ഹൈലൈറ്റ് ആണ്. അതിലൊരു ഹൈലൈറ്റ് വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. കൺസോൾ ഡോട്ട് ലോഗ് എ എന്നിട്ട് var a ഈക്വൽ ടു 15. ഇപ്പൊ സാധാരണ കേസിൽ ഇപ്പൊ നമ്മളിതിപ്പോ റൺ ചെയ്യുന്നെങ്കിൽ എററേ വരത്തുള്ളൂ. പക്ഷെ ജാവാസ്ക്രിപ്റ്റിനകത്ത് ഇത് റൺ ചെയ്യാൻ നേരത്തെ അൺഡിഫൈൻഡ് എന്നായിരിക്കും കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ കാണിച്ചേക്കണമെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കൺസോളിന്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി എന്താണ് കൊടുത്തേക്കുന്നത്? എക്കകത്തുള്ള വാല്യൂ ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. പക്ഷെ എ നമ്മൾ എവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്? കൺസോളിന്റെ താഴെയാണ് എ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ സാധാരണ റൺ ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യും? എറർ ആണ് വരാനുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ റൺ ചെയ്യണമെങ്കിൽ കണ്ട എ ഈസ് അൺഡിഫൈൻഡ്. എ എന്നുള്ള വാല്യൂ ഇല്ലെന്നല്ല, എ ഉണ്ട്, പക്ഷെ അത് ഡിഫൈൻ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ ഇപ്പൊ എ എന്ന് പറഞ്ഞ് വീണ്ടും പ്രിന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് 15 എന്നുള്ള വാല്യൂ കിട്ടും. പറഞ്ഞത് ക്ലിയർ ആയില്ലേ? അപ്പൊ ഞാൻ നേരത്തെ മെമ്മറിയും ആ കോഡിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ കോഡ് റൺ ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ഫസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് വെക്കും. മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രമാണ് കോഡ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഇപ്പൊ ഇവിടെ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിലെ മെമ്മറി നോക്കും. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ ഒന്നുകൂടി വരച്ച് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ നമ്മളെ കോഡ് എങ്ങനെയാണ്? കൺസോൾ ഡോട്ട് ലോഗ് എ var a ഈക്വൽ ടു 15. ഓക്കെ. രണ്ടായിട്ട് തിരിക്കണം. മെമ്മറി അത് കണക്ക് കോഡ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ കോഡ് ഞാൻ ഇപ്പൊ റൺ ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഡിന്റെ അകത്ത് എത്ര മെമ്മറി ഉണ്ട് ആ മെമ്മറീനെ ഫസ്റ്റ് അലോക്കേറ്റ് ചെയ്യും. കോഡിന്റെ അകത്ത് എത്ര മെമ്മറി ഉണ്ട്? ഒരു മെമ്മറി. ആ മെമ്മറിയാണ് എ. അതിനെ അലോക്കേറ്റ് ചെയ്ത് വെച്ച് അതിനെ എന്താക്കി വെക്കും? അൺഡിഫൈൻഡ് ആക്കി വെക്കും. അപ്പൊ ഈ കോഡെല്ലാം കിടക്കുന്ന ഒരു ഗ്ലോബൽ സ്പേസിന്റെ അകത്താണ്. നിങ്ങൾ അത്രയും ടൈം ഒന്നും ഓർത്ത് ചിന്തിക്കണ്ട, ആലോചിച്ചാൽ മതി. ഈ കോഡെല്ലാം കിടക്കും. നമ്മൾ ഈ പുറത്ത് കിടക്കുന്ന കോഡെല്ലാം ഒരു ഗ്ലോബൽ സ്പേസിലാണ് കിടക്കുന്നത്. അത് ഫംഗ്ഷൻ വരാൻ നേരത്ത് അതൊക്കെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. ഇപ്പൊ എന്ത് ചെയ്യും? ഫസ്റ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്ത്, മെമ്മറി അലോക്കേഷൻ നടന്നെങ്കിൽ നമ്മളെ കോഡിന്റെ അകത്ത് ഇനി ഒരു മെമ്മറി അലോക്കേഷൻ ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡിനെ എക്സിക്യൂട്ട് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് എക്സിക്യൂഷൻ നടക്കും. എന്താണ് നടക്കണം? എ എന്നുള്ള മെമ്മറി പ്രിന്റ് ചെയ്ത് കാണിക്കുക. എന്നുള്ള മെമ്മറി എന്ത് ചെയ്ത് കാണിക്കുക? പ്രിന്റ് ചെയ്ത് കാണിക്കുക. അപ്പൊ എ എന്ന മെമ്മറി പ്രിന്റ് ചെയ്യാൻ നേരത്ത്
മെമ്മറിക്കകത്ത് ഏത് സാധനം ഇപ്പൊ എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കണം? അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്ത് വെച്ചേക്കണം. ക്ലിയർ ആയ? ഒന്നും കൂടി ഇത് കോപ്പി ചെയ്ത് ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് ഒന്ന് താഴെ കൊണ്ടൊന്ന് പ്രിന്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഔട്ട്പുട്ട് നോക്കാം. അതാ ആദ്യത്തേൽ അൺഡിഫൈൻഡ്, പക്ഷെ രണ്ടാമത്തെ കൺസോൾ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടി? 15 കിട്ടി. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇവിടെ വീണ്ടും കൊടുക്കുകയാണ് കൺസോൾ ഡോട്ട് ലോഗ് എ. അപ്പൊ ആദ്യത്തേൽ നോക്കാൻ നേരത്ത് ആദ്യത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്യും? എനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പൊ എനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ നേരത്ത് എന്താണ് നടക്കുന്നത്? എക്കകത്ത് എന്താണ് കിടക്കുന്നത്? അൺഡിഫൈൻഡ്. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? അൺഡിഫൈൻഡ് കിട്ടി. ആദ്യത്തെ കോഡ് കംപ്ലീറ്റ് ആയി. ഇനി നേരെ എന്ത് വരും? രണ്ടാമത്തെ കോഡിലോട്ട് വരും. രണ്ടാമത്തെ കോഡിനകത്ത് എന്താണ് പറയുന്നത്? എ എന്നുള്ള മെമ്മറി സ്പേസിന്റെ അകത്ത് ഏത് വാല്യൂ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു? എത്ര വാല്യൂ സെറ്റ് ചെയ്യാൻ പറഞ്ഞു? 15 എന്ന് പറഞ്ഞ വാല്യൂ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ കോഡും എക്സിക്യൂട്ട് ആയി. അപ്പൊ നേരെ എവിടെ പോകും? മൂന്നാമത്തെ കോഡ് അല്ലെങ്കിൽ മൂന്നാമത്തെ ലൈനിൽ അവിടെ പോയിട്ട് എന്ത് പറയും? വീണ്ടും എനെ ഡിസ്പ്ലേ ചെയ്യാൻ പറയും. വീണ്ടും എനെ ഡിസ്പ്ലേ ചെയ്യാൻ പറയാൻ നേരത്ത് എക്കകത്ത് ഇപ്പൊ എത്ര ഇരിക്കണം? 15. അങ്ങനെ മൂന്നാമത്തെ ലൈനും എക്സിക്യൂട്ട് ആയി. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായ? അങ്ങനെയാണ് നമുക്ക് എന്താ കിട്ടിയ? ആദ്യത്തേല് അൺഡിഫൈൻഡും രണ്ടാമത്തേല് 15ഉം കിട്ടിയത്. പക്ഷേ കിട്ടിയത് ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത് വാറിൽ മാത്രമേ ഈ ഒരു സംഭവം നടക്കത്തുള്ളൂ. വാർ എന്ന കീവേഡ് യൂസ് ചെയ്ത് മാത്രമേ ഈ ഒരു കേസ് നടക്കത്തുള്ളൂ. ഇപ്പൊ സിമിലർ എക്സാമ്പിൾ എടുക്കുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാൻ ഒരു ബി സി എന്ന് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ സ്ലാഷ് ആണ് ജാവാസ്ക്രിപ്റ്റിൽ. സിംഗിൾ ലൈനിൽ കമന്റ് ചെയ്യാൻ ഡബിൾ സ്ലാഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ ലെറ്റ് ബി ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കൊടുത്ത്. ഓക്കെ, ഇനി അവിടെ റീഫ്രഷ് ചെയ്യണമെങ്കിൽ കണ്ട ആദ്യത്തേൽ എന്തെന്ന് കിട്ടി? അൺഡിഫൈൻഡ് കിട്ടി. ഫസ്റ്റത്തേൽ അൺഡിഫൈൻഡ് കിട്ടി. പക്ഷെ രണ്ടാമത്തേൽ എന്ത് കിട്ടി? ഒരു എറർ ആണ് കിട്ടിയത്. ബി എന്നുള്ള വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഈ കോഡ് എല്ലാം കിടക്കുന്നത് ഒരു ഗ്ലോബൽ സ്പേസിന്റെ അകത്താണ് കിടക്കുന്നത്. സ്ക്രിപ്റ്റിന്റെ അകത്ത് കയറുക. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ നമുക്കൊന്ന് ഡീബഗ് ചെയ്യാൻ വേണ്ടി അവിടെ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഒരു സംഭവം, ചിഹ്നം വരും. എന്നിട്ടൊന്ന് റീഫ്രഷ് ചെയ്യണം. റീഫ്രഷ് ചെയ്യാൻ നേരത്ത് ഓക്കെ, ഗ്ലോബൽ. ഈ ഗ്ലോബലിനകത്ത് വരാൻ നേരത്ത് കണ്ട ഗ്ലോബലിനകത്ത് എ വന്ന്, പക്ഷെ ബി വന്നില്ല. ബി വരാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന സംഭവം ഗ്ലോബലിനകത്തല്ല കിടക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്പേസിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വേറൊരു സ്കോപ്പിലാണ് കിടക്കുന്നത്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്കോപ്പിനകത്താണ് ബി എന്നുള്ള വേരിയബിൾ കിടക്കുന്നത്. പക്ഷേ വാർ യൂസ് ചെയ്താണ് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അത് എവിടെ കിടക്കും? ഗ്ലോബൽ സ്കോപ്പിൽ മാത്രമേ കിടക്കത്തുള്ളൂ. അപ്പൊ ഈ സെയിം കൺസെപ്റ്റും കൂടിയാണ് ഏതിന്? കോൺസ്റ്റന്റ് യൂസ് ചെയ്യുമ്പോഴും. കോൺസ്റ്റന്റ് സി ഈക്വൽ ടു ടെസ്റ്റ്. നമുക്ക് ഇതൊന്ന് കമന്റ് ചെയ്യാം. ബി ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ബി ഞാനിപ്പോ ഡീബഗ് മാറ്റിയിട്ട് ഓക്കെ, ഇവിടെ ഞാൻ ഇപ്പൊ സീനെ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞ് സിക്ക് ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ എന്ത് ചെയ്യുന്ന പറ്റി? നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയപ്പോൾ എറർ വന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. റീസൺ എന്ന് പറയുമ്പോൾ ആ വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന റീസൺ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളു. ബിയും സിയും എന്ന് പറഞ്ഞ വേരിയബിള് ലെറ്റ് യൂസ് ചെയ്തും കോൺസ്റ്റന്റ് യൂസ് ചെയ്ത് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അതൊരു സെപ്പറേറ്റ് സ്കോപ്പിലായിട്ടാണ് പോകുന്നത്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സെപ്പറേറ്റ് ബ്ലോക്കിൽ പോയാണ് സ്റ്റോർ ആവുന്നത്. പക്ഷെ വാർ യൂസ് ചെയ്താണ് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അത് എവിടെ പോയി കിടക്കും? നേരെ ഗ്ലോബലിൽ പോയി കിടക്കും. അത്രയും കാര്യം മനസ്സിലായോ? മീൻസ് ക്ലിയർ ആയ? കൺസെപ്റ്റ് ക്ലിയർ ആയ? ഓക്കെ, ഇപ്പൊ കൺസെപ്റ്റ് ഓക്കെ. അപ്പൊ വാറിൽ മാത്രമേ വാർ യൂസ് ചെയ്ത് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ നേരത്ത് മാത്രമേ ആ ഒരു അൺഡിഫൈൻഡ് എന്ന സംഭവം വരത്തുള്ളൂ. ലെറ്റ് യൂസ് ചെയ്താലോ കോൺസ്റ്റന്റ് യൂസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കോഡ് എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരും? എറർ വരും. കാരണം അത് സെപ്പറേറ്റ് ഒരു സ്കോപ്പ്, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു
ബ്ലോക്കിലാണ് അതിന്റെ മെമ്മറി അലോക്കേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. അപ്പൊ അതിന്റെ എറർ മാറ്റാൻ ഒന്നുമില്ല, ജസ്റ്റ് താഴെ കൊണ്ടുപോയി അങ്ങ് പ്രിന്റ് ചെയ്ത് കാണിച്ചാൽ മതി. ഡീബഗ് മാറ്റുക, കൺസോൾ വന്നു കഴിഞ്ഞാൽ അതാ അൺഡിഫൈൻഡ് 10 ടെസ്റ്റ്. അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എനെ ഇനിഷ്യലൈസ് ചെയ്തേക്കണം താഴെയാണ്, അത്രേ ഉള്ളൂ. ഒന്ന് ഇതും കൂടി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അൺഡിഫൈൻഡ് 10 ടെസ്റ്റ് 15. അപ്പൊ ജാവാസ്ക്രിപ്റ്റിലെ വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണതും ഡിസ്പ്ലേ ചെയ്യണതും അലേർട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അലേർട്ട് എന്ന് പറയുമ്പോൾ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്, കുറച്ച് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അലേർട്ട് കൂടുതലായിട്ട് നമ്മൾ പോപ്പ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വെൽക്കം വെൽക്കം ഓക്കെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം അലേർട്ട് എന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. പിന്നെ വാർ യൂസ് ചെയ്തും ലെറ്റ് യൂസ് ചെയ്തും കോൺസ്റ്റന്റ് യൂസ് ചെയ്തും നമുക്ക് മെമ്മറി വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് പ്രോഗ്രാമിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ എപ്പോഴും ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ കീവേഡ് ഒന്നും വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യല്. പിന്നെ അണ്ടർസ്കോറിൽ അല്ലെങ്കിൽ ഒരു ലെറ്ററിലായിരിക്കണം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനുള്ള. സ്മാൾ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ ബിയും സ്മാൾ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ എയും ഡിഫറെന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ സ്മാൾ ലെറ്റർ എക്ക് 10ഉം ക്യാപിറ്റൽ ലെറ്റർ എക്ക് ഞാൻ 20 കൊടുത്ത് എ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞ കാരണം സ്മാൾ എക്ക് 10ഉം ക്യാപിറ്റൽ എക്ക് 20 വരത്തുള്ളൂ. നമുക്ക് നമ്പർ സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്പർ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേരിയബിൾ നെയിം ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നില്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം, ഒന്നില്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ലെറ്റർ അണ്ടർസ്കോർ ആയിരിക്കണം, അല്ലെങ്കിൽ ലെറ്റർ ആയിരിക്കണം. കാണാം എങ്ങനെയാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള അതിന്റെ ഒരു കുറച്ച് പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ അതിന്റെ കുറച്ച് റൂൾസ് ഒക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം മതി. എങ്ങനെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണത്, അതിന്റെ മെമ്മറി അലോക്കേഷൻ, ആ സംഭവം, ആ കൺസെപ്റ്റ് ഒക്കെ.